ലോകത്തുള്ള സകല നായന്മാർക്ക് മാത്രം സുഖം വരുത്തണേ. ചങ്ങനാശ്ശേരിയിലുള്ള ഞങ്ങളുടെ നേതാവിനെ കൊണ്ട് ഹൈക്കമാൻഡ് സ്വാധീനിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഒപ്പിച്ചു തരണേ. ചുമ്മാ കഞ്ഞി കുടിച്ച് പോവാന്നല്ലാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്തെങ്കിലും അഴിമതി കാണിച്ച് ജീവിച്ച് പോകാന്ന് വെച്ചാ എൻ്റെ ആജന്മ ശത്രു ആ പോളി എന്ന് പറഞ്ഞ തെണ്ടി വിട്ടു സമ്മതിക്കുകയില്ല. അവനെ എങ്ങനെയെങ്കിലും ഈ പഞ്ചായത്തിൽ നിന്ന് ഒന്ന് കെട്ടിച്ച് തരണേ. ഈശ്വര രക്ഷിക്കണേ. അച്ഛൻ വിളിക്കണോ? വരണോ? മോളെ, നമ്മുടെ പാർട്ടിക്കാർ രണ്ടുപേരെ നിന്റെ പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അവരെ ഒന്ന് വിട്ടയച്ചേക്കണം. അച്ഛന് നാണമില്ലേ ഈ കണ്ണി കണ്ട ഗുണ്ടകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ? അയ്യോ മോളെ, അവരെ ഗുണ്ടകൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത്. പാർട്ടിക്ക് വേണ്ടി വെട്ടും കുത്തും പോലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ധീരരായ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവർ. അച്ഛൻ തന്നെ വന്ന് ജാമ്യത്തിൽ ഇറക്കിയാൽ മതി. എനിക്ക് വേറെ പണിയുണ്ട്. മോളാണെന്ന് നോക്കിയാലേ ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ സ്ഥലം മാറ്റിക്കളയും. ഇവിടെ കടന്ന് നിറയിക്കുന്നതിനേക്കാളും ഭേദം അതാ. പിന്നെ ആ പോളി എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് സ്റ്റേഷനിൽ വന്നാ നല്ല തെറി പറഞ്ഞു ഓടിച്ചോണം. പറ്റുമെങ്കിൽ നട്ടൽ നോക്കി 2 കൊടുത്തേക്കണം. അല്ലെങ്കിൽ തന്നെ പോളി അച്ഛനോട് എന്ത് ചെയ്തിട്ടാ? അച്ഛൻ എന്താ പ്രാന്താണോ? അതെടി, എനിക്ക് പ്രാന്താ. അവന്റെ പേര് കേട്ടാ എനിക്ക് പ്രാന്താ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പ്രേമലേഖനം എന്നുള്ള സെന്റിമെന്റ്സ് വെച്ച് നടന്ന എന്റെ തനിക്കുളന്നീ കാണും. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? കാലത്ത് തന്നെ അവളുടെ മെക്കിട്ട് കയറാൻ. അമ്മേ, ഞാൻ ഇറങ്ങാം. ഇവക്ക് ചോറ് ഇവിടെയാണെങ്കിലും കൂറവിടെ. അതെങ്ങനെയാ? നിങ്ങളുടെ അല്ലേ മോള്? വിശ്വാസം അതല്ലേ അല്ല. പുതിയ ബോർഡൊക്കെ ആയല്ലോ. സുരഭി ടീ സ്റ്റാൾ. സൈദാലിക്ക, അതെന്തായാലും നന്നായി. പേരിലൊരു മതസൗഹാർദ്ദം ഒക്കെ കാണുന്നുണ്ട്. മതസൗഹാർദ്ദം ഒലക്കേടെ മൂടാ. ഒന്ന് കണ്ണുറന്ന് വായിക്കോടെ പണിക്കരെ. അതെ, ഇന്റെ മോള് സൂറാവിന്റെ പേര് ചോദിച്ചതാ. ഓലെണ്ണാൾ നേരം വെറുത്തപ്പറിയിക്കണേ തല്ലുകൊള്ളാൻ. അപ്പൊ അവര് മാർച്ചിന് പോയില്ലേ? അത് രണ്ടും ഒന്നുമില്ലല്ലേ. എന്താടോ ഉമരെല്ലാം നടുറോഡിൽ കുട്ടിങ്കോലും കളിക്കുക? ട്രാഫിക് ബ്ലോക്ക് തീർക്കാൻ തന്നെ മനുഷ്യൻ പെടാപ്പാട് വിടുക. അതിനിടയിൽ മാർച്ചും കോപ്പ് എന്ന് പറഞ്ഞ് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഇന്നലെ ഏലങ്കോട് പഞ്ചായത്ത് ഓഫീസ് പിക്കറ്റിങ്ങിന് നേരെ ലാത്തി ചാർജ് ചെയ്തതിന്റെ പ്രതിഷേധം കുറച്ച് വയലന്റ് ആകുമ്പോ സൈലന്റ് ആക്കാനല്ലോ തന്റെയൊക്കെ കയ്യിൽ ലാത്തിയും തോക്കും തന്നിരിക്കുന്നേ. സാർ അത് എടുത്തങ്ങ് പെരുമാറോടോ. നല്ല പെട കിട്ടിയാ മാറിക്കോളും കുട്ടിസാക്കന്മാരുടെ കഴപ്പ്. സാർ, ആരാ ഉമ്മയുടെ നേതാവ്? അതാ പോളി എന്ന് പറയുന്ന ഒരുത്തന തീരെ പ്രശ്നക്കാരൻ. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ഈ മത്തങ്ങ മോർന്നാണോ പ്രശ്നക്കാരൻ? അവനല്ല സാർ, അതവന്റെ ശിങ്കിടിയാ. ആ നടുവിലുള്ള അവന്മാരുടെ നേതാവ്. ഇന്നീ സമരം സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ എനിക്ക് ചെയ് വിളിക്കടാ. ധീരസഖാവാം പോളി സഖാവേ, ധീരതയോടെ നയിച്ചോളൂ. സഖാവ് പോളിക്ക്. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.